ഞായറാഴ്ചയാണ്. ഇന്നത്തെ യാത്രയിൽ ഫാമിലിയും ഒപ്പമുണ്ട്. യാത്ര റെഡ് ലൈറ്റിൽ നിന്നാണ് തുടങ്ങിയത്. പോകുന്നത് ക്രോസിയർ വില്ലയും ബെൻറ്റോളും അടങ്ങുന്ന പഴയ ബെൻസൺ വില്ലയിലേക്കും. ജഹൂദി അഷ്മുൻ ബെൻസൻ്റെ ബെൻസൺ വില്ല, വില്യം ടോൾബർട്ട് ജൂനിയറിൻ്റെ ബെൻറ്റോൾ സിറ്റി. ബെൻറ്റോൾ സിറ്റിയിലെത്തിയാൽ നമ്മൾ ആദ്യം കാണുന്നത് സിയോൺ പ്രൈസ് ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. നമ്മുടെ $100 ലൈബീരിയൻ ബില്ലിൽ കാണുന്നത് വില്യം ടോൾബർട്ട് ജൂനിയറിനെയാണ്. ഈ ചർച്ചിന് ലൈബീരിയയിലെ ഫ്രീ മാസണിക് ടെമ്പിളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. വില്യം ടോൾബർട്ട് ജൂനിയറിൻ്റെ കാലത്ത് ഫ്രീ മാസണിക് ടെമ്പിളിലെ അംഗങ്ങളെല്ലാവരും തന്നെ ഈ ചർച്ചിലും അംഗങ്ങളായിരുന്നു. ഫ്രീ മാസണിക് സമൂഹം ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഒരു ഇല്ലുമിനാറ്റി ഗ്രൂപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈബീരിയയുടെ പൊളിറ്റിക്സിലും വളർച്ചയിലും എല്ലാ കാലത്തും ഫ്രീ മാസണിക് സമൂഹത്തിൻ്റെ ഒരു കൈയുണ്ടായിരുന്നു. ജഹൂദി അഷ്മുൻ ബെൻസൺ എന്ന ഫ്രീ മാസണിക് സൊസൈറ്റിയിലെ ഒരംഗമായിരുന്നു ബെൻസൺ വില്ലയുടെ പേരിന് പുറകിൽ. അദ്ദേഹമാണ് ACS എന്ന അമേരിക്കൻ കോളനൈസേഷൻ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടർമാരിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ബെൻസൺ സ്ട്രീറ്റും അഷ്മുൻ സ്ട്രീറ്റുമൊക്കെ അറിയപ്പെടുന്നത്. അതുവഴിയൊക്കെ നിരവധി തവണ സഞ്ചരിക്കുന്ന നമ്മൾ പലപ്പോഴും അതിൻ്റെ പിന്നിലെ ചരിത്രം ചികഞ്ഞിട്ടുണ്ടാവില്ല.